ആർഎസ്എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മരണം അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ബിജെപി നേതൃത്വത്തിന്റെ വാദം പൊളിയുകയാണ്. ആനന്ദ് കെ തമ്പി വാർഡ് തല സ്ഥാനാർത്ഥി ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ആർഎസ്എസിന്റെ ഭാഗമായാണ് ആനന്ദ് വാർഡ് തല സ്ഥാനാർത്ഥി ചർച്ചയിൽ പങ്കെടുത്തത്. ഈ ചർച്ചയിൽ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ മറ്റുള്ളവരുടെ പേരുകളാണ് ഉയർന്നു വന്നത്. ഈ യോഗത്തിന് ശേഷമാണ് ആനന്ദ് സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം ആർഎസ്എസ് നേതൃത്വത്തെ അറിയിച്ചത്. ജിബിൻ JB ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഇനി പ്രവർത്തകനല്ല എന്നുള്ളൊരു ന്യായീകരണം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ആ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഒരു വീട്ടിൽ പോലും ഈ RSS BJP പ്രവർത്തകർ പലരും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പുതിയ വിവരങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നേതൃത്വം എങ്ങനെയാണ് കൂടുതൽ വീണ്ടും വെട്ടിലാകുന്നത്? പൂജ തന്നെയാണ്. കാരണം ആനന്ദിന്റെ ആത്മഹത്യക്ക് പിന്നാലെ BJP നേതൃത്വം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ആനന്ദ് BJP പ്രവർത്തകനല്ല എന്നുള്ള ഒരു വാദമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ അതൊക്കെ തന്നെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകരുടെയും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അധ്യക്ഷന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ആനന്ദിന്റെ മൃതദേഹം തൃക്കണ്ണാപുരത്തെ വീട്ടിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചപ്പോൾ അവിടെ തിരുവനന്തപുരം സിറ്റി അധ്യക്ഷനായിട്ടുള്ള കരമന ജയൻ, അതുപോലെ RSSന്റെ നേതാക്കൾ C ശിവൻകുട്ടി തുടങ്ങിയവരൊക്കെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനന്ദിന്റെ വീട്ടിന്റെ മുന്നിൽ BJP തൃക്കണ്ണാപുരം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് പോലും സ്ഥാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP നേതൃത്വം ഉന്നയിച്ച ആനന്ദ് BJP പ്രവർത്തകനല്ല എന്നുള്ള വാദം പൊളിഞ്ഞിരിക്കുന്നത്. കാരണം തൃക്കണ്ണാപുരത്തെ വാർഡ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ BJPയുടെ RSSന്റെ പ്രതിനിധിയായി ആനന്ദ് പങ്കെടുത്തിരുന്നു. ആ ചർച്ചയിലാണ് മറ്റുള്ളവരുടെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ആനന്ദിന് തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം RSS നേതാക്കളോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് പോവുകയും ആനന്ദ് തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വലിയൊരു മനസ്സമ്മർദ്ദത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. പൂജ, തീർച്ചയായും ജിബിൻ തുടരുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുറന്നു പറച്ചിലുകളും മറ്റ് പല വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകുന്നല്ലോ. ഒന്ന്, ഈ ഒരു ആത്മഹത്യ, മറ്റൊരു ആത്മഹത്യാ ശ്രമം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അതിനിടയിലാണ് ഇന്നത്തെ ദിവസം മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. BJP നേതൃത്വത്തിനെതിരെ തുറന്നു പറച്ചിലുമായി OBC മോർച്ച ദേശീയ സെക്രട്ടറിയായ ബിന്ദു വലിയശാല. ജാതിയും വർണ്ണവും നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നേതൃത്വം നിർണ്ണയിക്കുന്നത് എന്നാണ് ബിന്ദുവിന്റെ ആക്ഷേപം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബിന്ദു വലിയശാലയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ. നേതാക്കളുടെ ഇഷ്ടക്കാരെ വാർഡിലെ പ്രവർത്തകരുടെ അനുവാദം പോലും കൂടാതെ മത്സരിപ്പിക്കുന്നു എന്നും ബിന്ദു ആരോപിക്കുന്നുണ്ട്. ജിബിൻ തുടരുന്നുണ്ട്. ജിബിൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണല്ലോ. പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിരിക്കുന്നത്. എന്താണ് വിമർശനം? പൂജ, ആനന്ദിന്റെ ആത്മഹത്യക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് OBC മോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദു വലിയശാല ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരത്തിലൊരു കുറിപ്പിട്ട്, അതായത് 1, 2, 3 തവണ മത്സരിച്ച് തോറ്റവർക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മണ്ഡലത്തിലോ അല്ലെങ്കിൽ വാർഡിലോ പോലും സജീവമല്ലാത്തവർക്കും സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു, ജാതിയും വർണ്ണവും നോക്കി സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം വാർഡുകളിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ജില്ലാ തലത്തിൽ പ്രവർത്തിച്ചവർക്കൊന്നും തന്നെ സ്വന്തം വാർഡിൽ പോലും സീറ്റ് നൽകാത്ത ഒരു സമീപനമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. നേതൃത്വത്തിന്റെ കാര്യം മാത്രമല്ല, അവരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് ചില പ്രാദേശിക നേതാക്കളാണ് അവർക്ക് ഇഷ്ടക്കാരായിട്ടുള്ളവരെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കുത്തിക്കയറ്റുന്നതെന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു വാർഡിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വാർഡ് തലത്തിൽ പ്രവർത്തിച്ചവർക്ക് സീറ്റില്ല, പക്ഷേ വാർഡിൽ നിന്ന് കഴിഞ്ഞ 3, 4 വർഷങ്ങളായി മാറി നിന്ന് പലതവണ മത്സരിച്ച് തോറ്റവർക്ക് പോലും അവിടെ സീറ്റ് നൽകുന്നു. പക്ഷേ തങ്ങളുടെ സീറ്റ് നിഷേധിക്കപ്പെട്ടത് ജാതി വർണ്ണവും നോക്കി, മതവും വർണ്ണവും നോക്കിയാണോ സീറ്റ് കൊടുക്കുന്നത്, അതുകൊണ്ടാണോ തങ്ങൾക്ക് സീറ്റ് നിഷേധിച്ചതെന്നാണ് അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP നേതൃത്വം അത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം മറികടക്കുന്ന തരത്തിലൊരു വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണം കൂടി ബിന്ദു മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ജിബിനാണ് വിശദമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.